ആദിത്യ സുരേഷിനെ അക്കോക്ക് സംസ്ഥാന കമ്മിറ്റി ആദരിച്ചു. ഭിന്നശേഷി മേഖലയിൽ രാജ്യത്തിന്റെ പരമോന്നത അവാർഡായ സർവശ്രേഷ്ഠ ദിവ്യാംഗ പുരസ്കാര ജേതാവാണ് ആദിത്യ സുരേഷ്. കായംകുളത്താണ് സ്വീകരണം നൽകിയത്. ഭിന്നശേഷി മേഖലയിൽ രാജ്യത്തിന്റെ പരമോന്നത പുരസ്കാരമായ സർവശ്രേഷ്ഠ ദിവ്യാംഗ പുരസ്കാര ജേതാവ് ആദിത്യ സുരേഷിനെയാണ് അക്കോക്ക് സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കായംകുളത്ത് ആദരിച്ചത്. ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് TS താഹ ആദരവ് സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. നാം യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ളവരോട് കരുണ കാട്ടുകയല്ല വേണ്ടത്. ഞാനത് പലപ്പോഴും ചിന്തിക്കുകയാണ്. കരുണയല്ല വേണ്ടത്. ആഗ്രഹിക്കുന്നത് കരുണയല്ല, കാരുണ്യമല്ല. അവർ സമൂഹത്തിൽ മറ്റുള്ളവരോടൊപ്പം ചേർത്ത് നിർത്താനുള്ള ബോധപൂർവമായ ഇടപെടലാണ് ആവശ്യം. അവർ കാരുണ്യമൊന്നും അറിയിക്കുന്നില്ല, കാരുണ്യമല്ല അവർ അറിയിക്കുന്നത്. അവരുടെ രക്ഷിതാക്കളും പ്രതീക്ഷിക്കുന്നത് അതല്ല. കാരുണ്യത്തെക്കാൾ ഉപരി മറ്റെല്ലാ ശേഷിയുള്ള ആളുകളോടൊപ്പം അവരെ മുൻനിരയിൽ കൊണ്ടുവരാനുള്ള ഇച്ഛാശക്തിയോടെയുള്ള ഇടപെടലാണ് ആവശ്യം. അക്കോക്ക് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് മുഹമ്മദ് ഷമീർ അധ്യക്ഷത വഹിച്ചു. രാഷ്ട്രപതിയുടെ കയ്യിൽ നിന്നും ഇന്ത്യയിലെ പരമോന്നതമായ ആദരവായ സർവശ്രേഷ്ഠ ദിവ്യാംഗ് പുരസ്കാരം നേടിയപ്പോഴും ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഇന്ത്യയിലെ മികച്ച പ്രധാനമന്ത്രി രാഷ്ട്ര ബാല പുരസ്കാരം ഈ കഴിഞ്ഞ മാസം നേടിയപ്പോഴും സംസ്ഥാന സർക്കാരിന്റെ 2022 ഉജ്ജ്വല ബാല്യം പുരസ്കാരം നേടിയപ്പോഴും ഈ വരുന്ന 26-ാം തീയതി കോഴിക്കോട് നിന്നും സംസ്ഥാന സർക്കാരിന്റെ ഭിന്നശേഷി അവാർഡ് ഈ നവകേരള സദസ്സ് കഴിഞ്ഞാൽ അടുത്ത ദിവസം വാങ്ങാനിരിക്കുന്ന പ്രിയപ്പെട്ട ആദിത്യ സുരേഷിനെ ഇന്ന് ഈ നിലയിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്നത് ആ രണ്ടുപേരുടെ പ്രയത്നമാണ്. അപ്പോൾ അവരെയാണ് ഞാൻ ഏറെ സ്നേഹത്തോടെ ആദരിക്കുന്നത്. ഞാൻ എല്ലാ വേദിയിലും ആ മാതാപിതാക്കളാണ് ഈ മക്കളെ ഈ ഉയരങ്ങളിലേക്ക് കൊണ്ടുവരാൻ ചാലക ശക്തിയായി പ്രവർത്തിക്കുന്നത്. അബിഹരിപ്പാട് അഡ്വക്കേറ്റ് ഫർസാന ഹബീബ, പാസ്റ്റർ B സജി, ശോഭ സതീഷ്, നാസർ പുല്ലുകുളങ്ങര, അഡ്വക്കേറ്റ് മധു, സുന്ദരൻ പ്രഭാകരൻ, വൈശാനവാസ്, ശ്രീദേവി അന്തർജനം, ബാബു തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കായംകുളം.